പ്രേക്ഷകർക്കറിയാം, ഇന്നലെയാണ് നമ്മൾ ഓട്ടത്തോൺ ആരംഭിച്ച 140 മണ്ഡലങ്ങളുടെ ഒരു യാത്ര. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തിക്കഴിഞ്ഞു. 24-ന്റെ ശീതീകരിച്ച മുറിയിൽ നിന്ന് വാർത്തകൾ ലോകത്തോട് സംപ്രേഷണം ചെയ്യുന്ന അവതാര പുലികൾ വാർത്താ വായനക്കാർ റിപ്പോർട്ടേഴ്സിനൊപ്പം മണ്ഡല പര്യടനം നടത്തുകയാണ്. ഇന്നതിൻ്റെ 2ാം ദിവസമാണ്. അടിത്തട്ടിൽ നിന്നുള്ള രാഷ്ട്രീയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നമ്മുടെ ഓട്ടത്തോൺ തുടരുകയാണ്. നാടിൻ്റെ ഇലക്ഷൻ ഡെസ്ക് വിശേഷങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമും കണ്ണൂരിൽ നിന്ന് അസിത സഗീറും തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി താജ് ഇബ്രാഹിം ആൻഡ് അസിത സഗീർ. അപ്പോൾ ആദ്യം എനിക്ക് അസിതയോടാണ് ചോദിക്കാനുള്ളത്. ഒട്ടകത്തെ കെട്ടിക്കോ, എങ്ങനെയുണ്ടായിരുന്നു ഒട്ടകത്തിൻ്റെ മുകളിലുള്ള യാത്ര? എന്തായാലും വളരെ നല്ല അനുഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂരിൽ വരുന്നത്. അതൊരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനാണ്. പൊതുവിൽ ചേകവന്മാരുടെ മണ്ണ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കണ്ണൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ആവേശം അത് എത്രമേൽ വലുതാണ് എന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും വലിയ ആവേശത്തിലാണ് കണ്ണൂർ ജില്ല പൊതുവിലുള്ളത്. അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാന ദിവസങ്ങൾ കൂടിയായതുകൊണ്ട് മുന്നണികൾ അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ജില്ലയിലുണ്ട്. കണ്ണൂരിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, കേരളത്തിന്റെ തന്നെ ശ്രദ്ധ ഒരുപാട് നേടിയ KK ശൈലജ, മുൻ മന്ത്രി KK ശൈലജ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഉള്ള ജില്ല കൂടിയാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ വളരെ അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിലുണ്ട്. അദ്ദേഹം വിവിധയിടങ്ങളിൽ പര്യടനം നടത്തുന്നുണ്ട്. കോൺഗ്രസ് ക്യാമ്പിന് ആവേശം പകരാൻ DK ശിവകുമാർ ഇന്ന് കണ്ണൂരിലേക്ക് എത്തുന്നുണ്ട്. K സുധാകരൻ കണ്ണൂരിലുണ്ട്. ഒപ്പം തന്നെ ശശി തരൂർ MP കണ്ണൂരിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഇബ്രാഹിം, ഇന്നലെ ആഷ്മി ചുവട് പിടിച്ച് എനിക്ക് തോന്നുന്നത് നമ്മളുടെ പാട്ടിൻ്റെ ഇടയിലേക്ക് ചെന്ന് കയറിയല്ലേ? റാപ്പർ വേടൻ്റെ പാട്ടിലേക്ക് കയറിയ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഗുഡ് മോർണിംഗ്. കയറി. ഗുഡ് മോർണിംഗ് എസ്കേൻ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമാണ്. ഇന്നലെ വേങ്ങരയിൽ സിത്താര ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെ തിരൂരിൽ വേടൻ ഉണ്ടായിരുന്നു. ഭയങ്കര ആളുണ്ട് എസ്കേൻ. ഈ പറഞ്ഞ പരിപാടിക്കൊക്കെ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം, വി അബ്ദുറഹ്മാന്റെ പ്രചരണ പരിപാടിക്കാണ് വേടം വന്നത്. പക്ഷേ അവിടെ പാട്ട് കേൾക്കാൻ വരുന്നതിൽ രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാം യങ് ജെൻസി എന്നൊക്കെ പറയുന്ന കുട്ടികളൊക്കെ വന്ന് അടിച്ചു പൊളിച്ചവിടെ. അവിടെ വേടന്റെ പാട്ട് കുറേ സമയം നമ്മൾ കുറച്ചു നേരം നിന്നു. പക്ഷേ അതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് നമ്മളെ ആൾക്കാർ പൊതിഞ്ഞു. നമ്മളോടൊക്കെ 24-നൊക്കെ ഹൃദയത്തിലേറ്റുന്ന കുറേയധികം മനുഷ്യന്മാർ നമ്മളുണ്ട്. അതുകൊണ്ട് ഒരുപാട് സമയം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. മാത്രം ഭയങ്കര ശബ്ദമായിരുന്നു. എന്തായാലും വലിയ ആവേശം. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നിപ്പോൾ 5-ാം തീയതി ആയി. 6-ാം തീയതി 7-ാം തീയതി ഉള്ളൂ പരസ്യ പ്രചരണം. 8-ാം തീയതി നിശബ്ദമാണ്. അതുകൊണ്ട് ഈ കിട്ടുന്ന ബാക്കി ഇന്നുകൂടി ചേർത്ത് ബാക്കി 3 ദിവസം പരമാവധി ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ, മലബാർ മേഖലയിലോട്ട് വരുമ്പോൾ, നമ്മുടെ ഒരുപക്ഷെ തെക്കുള്ള എൻ്റെ നാട്ടുകാരൊക്കെ ക്ഷമിക്കണം, ഇവിടെ വരുമ്പോഴേക്ക് ഭയങ്കരമായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചോടിഞ്ച് ഓരോ പെർ മിനിറ്റ് പോലും കളയാതിരിക്കാൻ വേണം ഉള്ള നട്ടുച്ചയാണെങ്കിൽ കൂടിയും അതിശക്തമായ പ്രചരണം നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം ഒരു മലപ്പുറം പൊളിറ്റിക്കൽ ലീഗ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള വലിയ പ്രചരണം ഇവിടെ നടക്കുകയാണ്. നമ്മൾ പോയ സ്ഥലങ്ങളിൽ ഇപ്പോൾ മലപ്പുറം UDFന്റെ കോട്ട എന്നൊക്കെ പറയുമ്പോഴും ഒരു ഏറ്റവും ചുരുങ്ങിയ 4-5 മണ്ഡലങ്ങളൊക്കെ അതിശക്തമായ ആര് വാഴും ആര് വീഴുമെന്ന് അറിയാൻ കഴിയാത്ത, പ്രവചിക്കാൻ കഴിയാത്ത അതിശക്തമായ പോരാട്ടമുണ്ട്. മറ്റു മണ്ഡലങ്ങളിലൊക്കെ പോയി പ്രചരണം നടത്തേണ്ട വൻമരങ്ങൾ, ആരൊക്കെയെന്ന് പേരൊന്നും പറയുന്നില്ല, പക്ഷേ വൻമരങ്ങൾ അവരുടെ മണ്ഡലങ്ങളിൽ തന്നെ ഉറച്ച് ശക്തമായി പ്രചരണത്തിൽ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ അവസാന നിമിഷങ്ങളിൽ ഒരുപാട് യുവാക്കളുടെ വോട്ടിക്കുറി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ വോട്ടുറപ്പിക്കാനുള്ള വ്യത്യസ്തമായ നൂതനമായ മാർഗങ്ങളൊക്കെ എല്ലാവരും സ്വീകരിക്കുകയാണ്. നമ്മൾ മലപ്പുറം കോട്ടക്കുന്നിലാണ്. കോട്ടക്കുന്നിൽ പച്ചക്കറി മാറി ചേട്ടാ എന്തുണ്ട്, എന്താണ് പരിപാടി? ജോലി ചെയ്യുന്നു. പച്ചമാങ്ങ. അതെ, പച്ചമാങ്ങ പോലെ പുളിക്കോ ഇലക്ഷൻ? ഇല്ല. ആര് ജയിക്കും? ഇവിടെ കുഞ്ഞാലിക്കുട്ടി ജയിക്കുന്നത്. എന്താ അവസ്ഥ പൊതുവിൽ മൊത്തത്തിൽ? എന്താ അവസ്ഥ? പൊതുവെ പ്രാവശ്യം ഭരണമാറ്റം പ്രതീക്ഷിക്കുന്ന ജനങ്ങളൊക്കെ അതല്ലേ? UDF ആരണോ? അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമസ്കാരമുണ്ട്. ക്യാബേജ് എന്തോ വില? 24 രൂപ അല്ലേ? അവിടെ നമ്മൾ പച്ചക്കറി കടയ്ക്ക് അകത്തോട്ട് കയറുക. ഇതാ ഇവിടെ. നമസ്കാരമുണ്ട്. അപ്പോൾ രാവിലെ പച്ചക്കറി മുതലാളിയാണ് രാവിലെ. എന്താണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ? എന്താ തെരഞ്ഞെടുപ്പ്? നല്ല ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. സാധാരണ കച്ചവടക്കാരെ രാഷ്ട്രീയം പറയാറില്ല. അല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് രാഷ്ട്രീയത്തിൽ നിലപാടുകൾ കാണുമല്ലോ. പറഞ്ഞു. ഓക്കെ, അപ്പോൾ പേര് മുഹമ്മദ് അലി. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ലൈവ് വന്നപ്പോഴത്തേക്കും അവിടെ ആണെങ്കിൽ ഈ കാഴ്ച പരിമിതർ എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്തവർക്കുള്ള ഒരു ടൂറിന് പോകാൻ വേണ്ടി ഒരു സജ്ജീകരണം അവിടെ സംഘടനയുള്ള ഒരാൾ വന്നിട്ട് നമ്മളോട് അങ്ങോട്ട് പറഞ്ഞത്. അതൊരു രസമുള്ള പരിപാടിയെന്ന് തോന്നി. മലപ്പുറത്തുള്ള കാഴ്ച പരിമിതരുടെ അവരുടെ സംഘടന അവർക്ക് വേണ്ടി, കാഴ്ച പരിമിതർക്ക് വേണ്ടി ഒരു ടൂറ്
അവരിവിടുന്ന് പോവാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് മുമ്പ് തിരിച്ചു വരും അവർ. അപ്പോൾ അവരൊന്ന് പറഞ്ഞ സ്ഥിതിക്ക് എസ് കെ നമുക്ക് അവരോടൊന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ പ്രതീക്ഷ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എസ് കെ ഒരു 2 മിനിറ്റ് നമ്മൾ അവിടെ അവരുടെ വണ്ടിയൊക്കെ ചേട്ടാ പോകട്ടെ പ്ലീസ് ഒന്ന് കേട്ടോ ഹായ് അപ്പോൾ എസ് കെ എന്താ ഇവിടെ അവരുടെ വണ്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അവരെങ്ങോട്ടാ പോകുന്നത്? നമസ്കാരമുണ്ട്. ആ 24 ചാനലിലെ ഹാഷ്മി അവറുകൾ നമസ്കാരമുണ്ട്. പറയണം. ഓക്കെ അദ്ദേഹത്തെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു. ഹായ് എങ്ങോട്ടാ ഞങ്ങള് മലമ്പുഴക്കാണ്. മലമ്പുഴയിലാണ് 24 കേൾക്കാറുണ്ടോ? 24 കേൾക്കാറുണ്ട്. ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നമസ്കാരം. മലമ്പുഴ മലമ്പുഴ എന്തുണ്ട്? സുഖമാണോ? ഓക്കെ മലമ്പുഴയാണ് പോകുന്നത്. അല്ല ഈ മൈക്ക് പറഞ്ഞാൽ എന്നാൽ നമ്മൾ TV കിട്ടുള്ളൂ. അപ്പൊ നേരത്തെ പ്ലാൻ ചെയ്യുന്നതാണോ ടൂർ? നേരത്തെ പ്ലാൻ ചെയ്താ. ഓക്കെ മലമ്പുഴ എവിടൊക്കെയാ പ്ലാൻ? ജില്ലാ പ്രസിഡന്റ് ഫാന്റസി പാർക്കിൽ പോകുന്നുണ്ട്, ഭിന്നശേഷി പാർക്കിൽ പോകുന്നുണ്ട്, റോക്ക് പാർക്കിൽ പോകുന്നുണ്ട്. അപ്പൊ അടിച്ചു പൊളിക്കും. 2 ദിവസം അടിച്ചു പൊളിക്കും. ചേട്ടാ എന്നാണ്ട് സുഖല്ലേ? അപ്പൊ ടൂർ പോവാ. നമസ്കാരം. ഡിബേറ്റും അവതാരണൊക്കെ കാണാറില്ലേ? ഇഷ്ടമാണോ? താങ്ക് യു. നമസ്കാരം. എന്തല്ല സുഖല്ലേ? അപ്പൊ മലമ്പുഴ അടിച്ചു പൊളിക്കാം. ഹായ് ഹലോ ഹായ്. വീട് ഇവിടെ തന്നെയാണ്. ഇത് കൊള്ളാവുന്ന ഇനിഷ്യേറ്റീവ് അല്ലേ? ഇത് കൊല്ലാൻ പ്ലാൻ ചെയ്യുന്ന? അല്ല, എനിക്ക് അറിഞ്ഞൂടാ. ഞാന് ചെറിയച്ഛന്റെ കൂടെ വന്നതാണ്. ഹലോ ഹായ്. അപ്പൊ എസ് കെ എങ്ങനെ ഓട്ടൊക്കെ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.